അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, വിശുദ്ധമായ ഇസ്ലാം മനുഷ്യൻ്റെ ജീവിതത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ള മതമാണ്. ഓരോ മനുഷ്യനും അവനിക്ക് അവൻ്റെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശം ഇസ്ലാം നൽകിയിട്ടുണ്ട്. ആ അവകാശങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇസ്ലാം വളരെ നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരൻ്റെ രക്തം നിഷിദ്ധമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരൻ്റെ മുതൽ നിഷിദ്ധമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരൻ്റെ രഹസ്യങ്ങളിലേക്കുള്ള എത്തിനോട്ടം നിഷിദ്ധമാണ്. ഓരോ മനുഷ്യനും അവൻ്റെ രഹസ്യങ്ങളും അവൻ്റെ മുതലും അവൻ്റെ രക്തവും വളരെ വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട കാര്യങ്ങളിലേക്കുള്ള കൈകടത്തൽ ഇസ്ലാം വളരെ ശക്തമായി നിഷേധിക്കുന്നു. മറ്റുള്ളവൻ്റെ രഹസ്യങ്ങളിലേക്കുള്ള എത്തിനോട്ടം മനുഷ്യർക്കിടയിൽ ഏറെ കാണപ്പെടുന്ന അപകടകരമായ ഒരു സ്വഭാവമാണ്. ഈ സ്വഭാവം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല എന്ന് മാത്രമല്ല, വലിയ ഒരു ക്രൈമായിട്ടാണ് ഇസ്ലാം അതിനെ കാണുന്നത്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, നമ്മളിൽ ചിലർക്കിടയിൽ അങ്ങനെയുള്ള അഭിപ്രായമുണ്ട്. മറ്റുള്ളവൻ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ നോക്കി നിൽക്കുക, അതിനെ മറ്റുള്ളവൻ്റെ തെറ്റിലേക്ക് കണ്ണോടിച്ച് നോക്കിക്കൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വ്യഭിചാരത്തേക്കാൾ ഏറ്റവും കുറ്റകരമായ ഒന്നാണ് മറ്റുള്ളവൻ്റെ രഹസ്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഹബീബായ നബിയുന റസൂലുള്ളാഹി നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഗൗരവം നിങ്ങൾക്ക് ഞാനൊരു ഹദീസിൽ കാണിച്ചു തരാം. ഈ മറ്റുള്ളവൻ്റെ രഹസ്യത്തിന്, സീക്രട്ടിന് എത്ര ഗൗരവമുണ്ട് എന്നുള്ളത്. ഇസ്ലാമിൽ പലിശ വളരെ നിഷിദ്ധമായ കാര്യമാണ്. വലിയ വൻദോഷങ്ങളിൽപ്പെട്ട ഒന്നാണ് പലിശ. അന്യൻ്റെ മുതൽ, അവകാശമില്ലാത്ത മുതൽ കൈക്കലാക്കുക എന്ന പ്രോസസ്സ് ഇസ്ലാം വളരെ നിഷിദ്ധമായി കാണും. ഈ പലിശയേക്കാൾ വലിയ പാതകമാണ്, ക്രൈമാണ് മറ്റുള്ളവൻ്റെ രഹസ്യത്തിലേക്ക്